പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്കും അച്ചൻകോവിലിനുമിടയിൽ വനമധ്യേയുള്ള കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്ക് പോയതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. പത്തനംതിട്ടയിൽ നിന്ന് തിരിഞ്ഞ് കോന്നിക്ക് പോകുന്ന വഴിയിലൂടെ പോയി. കോന്നി കഴിഞ്ഞ ഉടൻ ഫുൾ വനത്തിലൂടെയായിരുന്നു യാത്ര. വലിയ മരങ്ങളൊക്കെയായിട്ട് നീണ്ടുകിടക്കുന്ന വനപാതയിൽ നല്ല പ്രകൃതിരമ്യമായ കാഴ്ചയായിരുന്നു. വനത്തിലൂടെ ആയാലും ചില സ്ഥലത്തൊക്കെ വീടുകളുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയപ്പം വീടുകളൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഫുള്ള് വനം മാത്രമായിരുന്നു. രണ്ടു വശങ്ങളിലും വലിയ വലിയ മരങ്ങൾ. പോകും തോറും ആകാംക്ഷ കൂടിക്കൊണ്ടേയിരുന്നു. ഞാൻ ഒരു 3-4 വർഷത്തിന് മുമ്പ് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും സൗകര്യമില്ലായിരുന്നു. കുറച്ചുകൂടി ഇടുങ്ങിയ പന്ന റോഡായിരുന്നു. ഇപ്പോൾ ഇച്ചിരി കൂടി നന്നാക്കിയിട്ടുണ്ട്. ഇതുവഴി ബസ് സർവീസുമുണ്ട്. പക്ഷേ എപ്പോഴൊക്കെയാണെന്ന് എനിക്കറിയില്ല. പ്രൈവറ്റ് ബസ്സുകളാണ് കൂടുതലും. അങ്ങനെ വണ്ടി മാറ്റി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിന് മുൻപിലെത്തി. അമ്പലത്തിന് മുകളിൽ നിന്നാൽ തന്നെ അപ്പൂപ്പനെയും അമ്മൂമ്മയെയും കാണാൻ കഴിയും. വലിയ കൊത്തുപണികളോ കെട്ടിടങ്ങളോ ഒന്നും തന്നെ അമ്പലത്തിലില്ല. തുറസായ അമ്പലമായിരുന്നു. വരുന്ന ഭക്തർ കൊള്ളുന്ന വെയിലും മഴയും ഒക്കെ അപ്പൂപ്പനും അമ്മയും കൊള്ളുന്നുമുണ്ട്. മുകളിൽ നിന്ന് കുറച്ചു നേരം കണ്ട ശേഷം ഞങ്ങൾ അകത്തേക്ക് പോയി. ഇരുവശങ്ങളിലുമായി ശംഖുകൾ പതിപ്പിച്ച പോലെ ഉള്ള പടികളായിരുന്നു. അവ ഇറങ്ങി വേണം താഴെ അമ്പലത്തിലെത്താൻ. മുകളിൽ അമ്പലം, തൊട്ടു താഴെ അച്ചൻകോവിലാറ് ഭംഗിയിലൊഴുകുന്നു. എത്ര സുന്ദരമായ പ്രകൃതിരമ്യമായ കാഴ്ചയായിരുന്നു അത്. ആ അന്തരീക്ഷം പോലും ശാന്തവും ശുദ്ധവുമായിരുന്നു എന്നെനിക്ക് തോന്നി. ഒരു മരം പോലും നശിപ്പിക്കാതെയാണ് അമ്പലം പണിഞ്ഞിരിക്കുന്നത്. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും തുറസായ ഇരിപ്പിടം. പടിയിറങ്ങി മ്പോൾ ഇടതുവശത്തായിട്ട് കൗണ്ടറുണ്ട്. അവിടെ വഴിപാടുകൾക്ക് രസീത് വാങ്ങാവുന്നതാണ്. താമ്പൂല സമർപ്പണമാണ് പ്രധാന വഴിപാട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൂടാതെ നാണയപ്പറ, അർച്ചന, നെൽപ്പറ, മഞ്ഞൾപ്പറ തുടങ്ങി കാവിലെ വഴിപാടുകളും അതിൻ്റെ ചാർജുകളുമൊക്കെ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ വഴിപാട് കൗണ്ടറിന് ഓപ്പോസിറ്റായിട്ടാണ് കളരിയുള്ളത്. അവിടെ വെച്ചാണ് നാം സമർപ്പിക്കുന്ന താമ്പൂലത്തട്ടിലെ തേങ്ങ ഉടച്ച് നമുക്ക് വാക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഫലം പറയുന്നത്. അവിടെ നിന്നും മുൻപോട്ട് നടന്നാൽ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും പ്രതിഷ്ഠകൾ കാണാൻ കഴിയും. അപ്പൂപ്പനും അമ്മൂമ്മയും തുറസായ പീഠത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൂപ്പൻ്റെ പീഠത്തിന് ചുറ്റും ചെറിയ പാല് പോലെ വെള്ളം നിറച്ചിട്ടുണ്ട്. അത് കടൽ വെള്ളമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ അമ്പലം ആദി ദ്രാവിഡ ഗോത്രവർഗത്തിൻ്റെ ആചാരപ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടുത്തെ പൂജാകർമ്മങ്ങളും അതുപോലെ തന്നെയാണ്. കൂടുതലും പ്രകൃതി സംരക്ഷണ പൂജകളാണ് അവിടെ ചെയ്യുന്നത്. നേരെ വന്ന് ആർക്കും അപ്പൂപ്പനെ തൊഴാം. അങ്ങനെ അപ്പൂപ്പനെ തൊഴുത് പിന്നെ വലം വയ്ക്കുമ്പോൾ വലിയ ഒരു വാതിൽ കാണാൻ കഴിയും. അതിനുമായി കൗള ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ വലിയ വാതിലിനുള്ളിലാണ് അപ്പൂപ്പൻ്റെ പ്രതീകമായ മലക്കൊടി വെച്ചിരിക്കുന്നത്. അത് വിശേഷാൽ ദിവസങ്ങളിൽ മാത്രമേ തുറക്കുകയുള്ളൂ. എല്ലാ മലയാള മാസവും 1-ാം തീയതി തുറക്കുകയും അവിടെ പൂജകൾ നടത്തുകയും ചെയ്യാറുണ്ട്. ഇവിടെ ഹോമങ്ങളും മറ്റു പൂജകളും ഒന്നുമില്ല. പകരം ഗോത്ര ആചാരപ്രകാരമുള്ള ഒരുക്കങ്ങളാണ് ചെയ്യാറ്. അതായത് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വിഭവങ്ങൾ, അതായത് പഴവർഗ്ഗങ്ങൾ, കിഴങ്ങ് തുടങ്ങിയവയൊക്കെ ഒരുക്കി വെച്ചാണ് ഇവിടെ പൂജകൾ ചെയ്യുന്നത്. ഇവിടെ പൂജകൾ ചെയ്യുന്നത് ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾ ആണ്. അവരെ ഊരാളി എന്നാണ് അറിയപ്പെടുന്നത്. ഗോത്രഭാഷയിൽ തന്നെയാണ് ഈ ഊരാളിമാർ ഓരോ പൂജകളും ചെയ്യുന്നത്. ഇവർ തലമുറകളായി വന്നവരായിരിക്കും. അങ്ങനെ കൗളഗണപതിയെ തൊഴുതു വരുമ്പോൾ കുട്ടിച്ചാത്താൻ പ്രതിഷ്ഠ കാണാൻ കഴിയും. അപ്പൂപ്പൻ്റെ പുറകുവശത്തായി ഒരു മരത്തിൽ കുരങ്ങന്മാർ ഇരിക്കുന്ന പോലെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് വലം ചുറ്റി വരുമ്പോൾ അമ്മൂമ്മയെ കാണാൻ പറ്റും. ഇവിടെയുള്ള ഒരു മരം പോലും മുറിച്ചു മാറ്റാതെയാണ് എല്ലാ പ്രതിഷ്ഠകളും പണിതിരിക്കുന്നത്. അങ്ങനെ അപ്പൂപ്പനെയും അമ്മൂമ്മയും തൊഴുതിറങ്ങി ഇടതുവശത്തോട്ട് നടന്നാൽ ബാക്കിയുള്ള ഉപദൈവങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. അതിൽ നാഗരാജാവും പരാശക്തിയും വനദുർഗയും എല്ലാമുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല, അവിടെ തന്നെ നമ്മുടെ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തി മലയ്ക്ക് ദിവസവും പൂജയും പ്രതിഷ്ഠയുമുണ്ട്. 999 മലകളുടെ മൂലസ്ഥാനമാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. അതുകൊണ്ടാവണം കുറവൻ കുറത്തി മലയ്ക്കും ഇവിടെ പ്രതിഷ്ഠയും പൂജകളും ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ശബരിമലയിലേക്കുള്ള കൊടിമരത്തിനു വേണ്ട തേക്കും ഈ ഭാഗത്തു നിന്നാണ് കൊണ്ടുപോയത് എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്.
അങ്ങനെ അവിടെയെല്ലാം തൊഴുതു വരുമ്പോൾ വലതുഭാഗത്തായിട്ട് ഒരുപാട് പേർ അവരുടെ കാര്യസിദ്ധി കഴിഞ്ഞ് വന്ന് പൊങ്കാലയിടുന്നത് കാണാൻ കഴിയും. അതിന് പുറകുവശത്തായിട്ട് അന്നദാനം നൽകുന്ന സ്ഥലവുമുണ്ട്. എത്ര ഭക്തജനങ്ങൾ വന്നാലും എല്ലാവർക്കും അന്നദാനം അവിടെ കിട്ടുന്നതാണ്. നല്ല ചൂടുള്ള കഞ്ഞിയും വൻപയറും അച്ചാറുമൊക്കെയാണ് അവിടെ നൽകുന്നത്. ഞങ്ങളും കുറച്ച് അന്നദാനം കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൻ്റെ മുൻവശത്തെത്തി. ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷമാണ്. അമ്പലത്തിന് ചുറ്റും വലിയ വലിയ മരങ്ങളാണ് കാണപ്പെടുന്നത്. 999 മലകളുടെ അധിപനും അതിൻ്റെ എല്ലാം മൂലസ്ഥാനം കൂടിയാണല്ലോ ഈ കല്ലേലി ഊരാളിക്കാവ്. അങ്ങനെ അവിടെ നിന്നപ്പോൾ കളരിയിൽ ഒരുപാട് പേർ കൊണ്ടുവരുന്ന തേങ്ങ ഉടച്ച് ഫലം പറയുന്നത് കേട്ടു. അത് കുറച്ചു നേരം കണ്ടുകൊണ്ടിരുന്നു. അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മഴയായതുകൊണ്ടാവണം കുറച്ച് കുരങ്ങന്മാരെ കാണാൻ കഴിഞ്ഞുള്ളൂ. അതുകൂടാതെ ഇവിടെ കരിങ്കോഴിയെയും നേർച്ചയായിട്ട് കൊടുക്കാറുണ്ട്. ഞങ്ങൾ വന്ന സമയം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അച്ചൻകോവിലാറിൽ വെള്ളം കൂടുതലായതുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ താഴെ ഭാഗത്തും ഇറങ്ങി കാണാവുന്നതാണ്. താഴേക്കിറങ്ങാൻ പടികളും ഒരു കൽവിളക്കും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടുത്തെ മീനുകൾക്കൊക്കെ നല്ല വലിപ്പമാണ്. ഇവിടെ ദിവസവും മത്സ്യഊട്ടും നടത്താറുണ്ട്. അതുപോലെ തന്നെ വാനര ഊട്ടും നടത്താറുണ്ട് കേട്ടോ. പ്രകൃതിയെ നശിപ്പിക്കാതെ ഒരു മരം പോലും മുറിക്കാതെ പ്രകൃതി പൂജ ചെയ്യുന്ന, പ്രകൃതിക്ക് വേണ്ടി പ്രകൃതി തന്നെ തിരഞ്ഞെടുത്തതാണോ ഈ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇവിടെ വന്നു പോകുന്ന എല്ലാവർക്കും ഒരു ധ്യാനം ചെയ്തതുപോലെ മനസ്സിൽ സമാധാനം ലഭിക്കും എന്നതിലൊരു സംശയവുമില്ല. ഇവിടെ നിന്ന് തിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് മനസ്സിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെയാണ്. അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വിട പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു.